പിതാവേ, അന്ത്യകാല നിമിഷങ്ങളിൽ അവിടുത്തെ വചനം ധ്യാനിച്ച് ഹൃദയപരമാർത്ഥതയോടെ പശ്ചാത്തപിച്ച് അവിടുത്തെ വഴികളിൽ ചരിക്കുവാൻ അടിയങ്ങളെ അനുവദിക്കണമേ. ഈ ദിവസത്തിനും ഞങ്ങളുടെ ജീവനും അങ്ങ് ഞങ്ങൾക്ക് നൽകിയ എല്ലാ ദാനങ്ങൾക്കും അടിയങ്ങൾ നന്ദി പറയുന്നു നാഥ. അവിടുത്തെ അനന്തമായ കരുണയ്ക്കും പാപമോചനത്തിനും നന്ദി ദൈവമേ. വെളിപാടിൻ്റെ വചനങ്ങൾ ഞങ്ങൾ വായിക്കുമ്പോൾ പരിശുദ്ധാത്മാവിനെ നൽകി ഞങ്ങൾക്ക് ജ്ഞാനവും ഉൾക്കാഴ്ചകളും പ്രദാനം ചെയ്യണമേ. അവിടുത്തെ വചനത്തിനായി അടിയങ്ങൾ കാതോർക്കുന്നു. ഞങ്ങളിൽ വന്നു നിറയണമേ. വിശുദ്ധ യോഹന്നാന് ലഭിച്ച വെളിപാട് അധ്യായം 6 മുദ്രകൾ തുറക്കുന്നു. കുഞ്ഞാട് ആ 7 മുദ്രകളിൽ ഒന്ന് തുറന്നപ്പോൾ ഞാൻ നോക്കി. ആ 4 ജീവികളിൽ ഒന്ന് ഇടിനാദം പോലെയുള്ള സ്വരത്തിൽ വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ ഒരു വെള്ളക്കുതിരയെ കണ്ടു. അതിൻ്റെ പുറത്ത് വില്ലുമായിരിക്കുന്ന ഒരുവൻ. അവന് ഒരു കിരീടം നൽകപ്പെട്ടു. വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക് അവൻ ജൈത്രയാത്ര ആരംഭിച്ചു. അവൻ 2ാമത്തെ മുദ്ര തുറന്നപ്പോൾ 2ാമത്തെ ജീവി വരുക എന്ന് പറയുന്നത് ഞാൻ കേട്ടു. അപ്പോൾ തീക്കനലിൻ്റെ നിറമുള്ള മറ്റൊരു കുതിര കടന്നു വന്നു. മനുഷ്യർ പരസ്പരം ഹിംസിക്കുമാറ് ഭൂമിയിൽ നിന്ന് സമാധാനം എടുത്തു കളയാൻ കുതിരപ്പുറത്തിരുന്നവന് അധികാരം നൽകപ്പെട്ടു. അവന് ഒരു വലിയ ഖഡ്ഗവും കൊടുത്തു. അവൻ 3ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് 3ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. നോക്കിയപ്പോൾ ഇതാ ഒരു കറുത്ത കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവൻ്റെ കയ്യിൽ ഒരു ത്രാസ്. ആ 4 ജീവികളുടെ മധ്യത്തിൽ നിന്നുണ്ടായ ഒരു ശബ്ദം പോലെ ഞാൻ കേട്ടു. ഒരു ധനാറയ്ക്ക് ഇടങ്ങഴി ഗോതമ്പ്, ഒരു ധനാറയ്ക്ക് 3 ഇടങ്ങഴി ബാർലി. എണ്ണയും വീഞ്ഞും നശിപ്പിച്ചു കളയരുത്. അവൻ 4ാമത്തെ മുദ്ര തുറന്നപ്പോൾ വരുക എന്ന് 4ാമത്തെ ജീവി പറയുന്നത് ഞാൻ കേട്ടു. ഞാൻ നോക്കി, ഇതാ വിളറിയ ഒരു കുതിര. അതിൻ്റെ പുറത്തിരിക്കുന്നവന് മരണം എന്ന് പേര്. പാതാളം അവനെ പിന്തുടരുന്നു. വാളുകൊണ്ടും ക്ഷാമം കൊണ്ടും പകർച്ചവ്യാധി കൊണ്ടും ഭൂമിയിലെ വന്യമൃഗങ്ങളെ കൊണ്ടും സംഹാരം നടത്താൻ ഭൂമിയുടെ 4/1 അവർക്ക് അധികാരം ലഭിച്ചു. അവൻ 5ാമത്തെ മുദ്ര തുറന്നപ്പോൾ ദൈവവചനത്തെ പ്രതിയും തങ്ങളുടെ സാക്ഷ്യത്തെ പ്രതിയും വധിക്കപ്പെട്ടവരുടെ ആത്മാക്കളെ ബലിപീഠത്തിന് കീഴിൽ ഞാൻ കണ്ടു. വലിയ സ്വരത്തിൽ അവർ ഇങ്ങനെ വിളിച്ചു പറഞ്ഞു: പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരുടെ മേൽ ന്യായവിധി നടത്തി ഞങ്ങളുടെ രക്തത്തിന് പ്രതികാരം ചെയ്യാൻ അങ്ങ് എത്രത്തോളം വൈകും? അവർക്ക് ഓരോരുത്തർക്കും ധവള വസ്ത്രം നൽകപ്പെട്ടു. അവരെ പോലെ വധിക്കപ്പെടാനിരുന്ന സഹദാസരുടെയും സഹോദരരുടെയും എണ്ണം തികയുന്നതുവരെ അല്പസമയം കൂടി വിശ്രമിക്കാൻ അവർക്ക് നിർദ്ദേശം കിട്ടി. അവൻ 6ാമത്തെ മുദ്ര തുറന്നപ്പോൾ ഞാൻ നോക്കി. വലിയ ഒരു ഭൂകമ്പമുണ്ടായി. സൂര്യൻ കരിമ്പടം പോലെ കറുത്തു. ചന്ദ്രൻ ആകെ രക്തം പോലെയായി. കൊടുങ്കാറ്റിൽ ആടിയുലയുന്ന അത്തിവൃക്ഷത്തിൽ നിന്ന് പച്ചക്കായ്കൾ പൊഴിയുന്നത് പോലെ ആകാശ നക്ഷത്രങ്ങൾ ഭൂമിയിൽ പതിച്ചു. ആകാശം തീർത്തു മാറ്റിയ ചുരുൾ പോലെ അപ്രത്യക്ഷമായി. എല്ലാ പർവ്വതങ്ങളും ദ്വീപുകളും അവയുടെ സ്ഥാനങ്ങളിൽ നിന്ന് മാറ്റപ്പെട്ടു. ഭൂമിയിലെ രാജാക്കന്മാരും പ്രമുഖന്മാരും സൈന്യാധിപന്മാരും ധനികരും പ്രബലരും എല്ലാ അടിമകളും സ്വതന്ത്രരും ഗുഹകളിലും പാറക്കെട്ടുകളിലും ചെന്നൊളിച്ചു. അവർ മലകളോടും പാറകളോടും വിളിച്ചു പറഞ്ഞു: ഞങ്ങളുടെ മേൽ വന്ന് വീഴുവീൻ. സിംഹാസനസ്ഥൻ്റെ ദൃഷ്ടിയിൽ നിന്നും കുഞ്ഞാടിൻ്റെ ക്രോധത്തിൽ നിന്നും ഞങ്ങളെ മറയ്ക്കുവീൻ. എന്തെന്നാൽ അവരുടെ ക്രോധത്തിൻ്റെ ഭീകരദിനം വന്നു കഴിഞ്ഞു. ചെറുത്തു നിൽക്കാൻ ആർക്ക് കഴിയും? ദൈവജനമേ, വിശുദ്ധ ഗ്രന്ഥത്തിലെ വെളിപാട് പുസ്തകം 6ാം അധ്യായം നമ്മുടെ ആത്മീയ ചിന്തകളെ ഉണർത്തുന്ന അഗാധമായ സത്യങ്ങൾ ഉൾക്കൊള്ളുന്നു. ഈ അധ്യായം യേശുക്രിസ്തു 7 മുദ്രകളുള്ള ചുരുൾ തുറക്കുന്നതും ആദ്യത്തെ 4 മുദ്രകൾ തുറക്കുമ്പോൾ 4 കുതിരക്കാർ പ്രത്യക്ഷപ്പെടുന്നതും വിവരിക്കുന്നു. ഓരോ കുതിരക്കാരനും ഓരോ വിപത്തുകളെ, യുദ്ധം, ക്ഷാമം, മരണം ലോകത്തിലേക്ക് കൊണ്ടുവരുന്നു. ഇത് മാനവരാശിയുടെ പാപപങ്കിലമായ അവസ്ഥയെയും അതിൻ്റെ സ്വാഭാവിക പരിണിത ഫലങ്ങളെയും സൂചിപ്പിക്കുന്നു. 5ാമത്തെ മുദ്ര രക്തസാക്ഷികളുടെ നിലവിളിയാണ്. 6ാം മുദ്ര ഭൂകമ്പത്തെയും ആകാശത്തിലെ മാറ്റങ്ങളെയും വെളിപ്പെടുത്തുന്നു. ഈ ദർശനങ്ങൾ തിന്മയുടെ പാരമ്യത്തിലും ദൈവത്തിൻ്റെ പരമാധികാരത്തിലുള്ള നമ്മുടെ വിശ്വാസത്തെ ഉറപ്പിക്കണം. ക്രിസ്തീയ ജീവിതത്തിൽ ഈ ഭാഗങ്ങൾ അന്ത്യകാലത്തെക്കുറിച്ചുള്ള കേവലം പ്രവചനങ്ങൾ മാത്രമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ ദൈവഹിതമായി കാണാനുള്ള ആഹ്വാനം കൂടിയാണ്. ഈ അധ്യായം നൽകുന്ന പ്രധാന ഉൾക്കാഴ്ച ലോകചരിത്രം ആകസ്മികമായി സംഭവിക്കുന്നതല്ല, മറിച്ച് ദൈവത്തിൻ്റെ നിയന്ത്രണത്തിനും പദ്ധതിക്കും വിധേയമാണ് എന്നതാണ്. തിന്മ താൽക്കാലികമായി വിജയിക്കുന്നതായി തോന്നാമെങ്കിലും അന്തിമ വിധി ദൈവത്തിൻ്റെതാണ്.
ഈ ദർശനങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നാം ജീവിക്കുന്നത് നശ്വരമായ ഒരു ലോകത്താണെന്നും ഇവിടെയുള്ള കഷ്ടപ്പാടുകൾക്കപ്പുറം ഒരു നിത്യജീവിതം ഉണ്ട് എന്നുമാണ്. 5-ാം മുദ്രയിലെ രക്തസാക്ഷികളുടെ ചോദ്യം, പരിശുദ്ധനും സത്യവാനുമായ നാഥ, ഭൂമിയിൽ വസിക്കുന്നവരോട് ഞങ്ങളുടെ രക്തത്തിനു വേണ്ടി എപ്പോൾ പ്രതികാരം ചെയ്യും എന്നത് നീതിക്ക് വേണ്ടിയുള്ള മാനവരാശിയുടെ എക്കാലത്തെയും നിലവിളിയാണ്. ഈ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നത് സഹനത്തിലൂടെയും രക്തസാക്ഷിത്വത്തിലൂടെയും ക്രിസ്തുവിനോട് ചേർന്ന് നിൽക്കുന്നവരുടെ പ്രാർത്ഥന ദൈവം ഉറപ്പായും കേൾക്കുന്നു എന്നാണ്. അതിനാൽ ലോകത്തിൻ്റെ കോലാഹലങ്ങൾക്കിടയിലും ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കാനുള്ള ക്ഷമയാണ് ഈ തിരുവെഴുത്ത് ആവശ്യപ്പെടുന്നത്. സഹോദരങ്ങളെ, ഈ അധ്യായത്തിലെ പാഠം നമ്മുടെ ആത്മീയ ജീവിതത്തിൽ പ്രതിഫലിക്കേണ്ടതുണ്ട്. 4 കുതിരക്കാരെയും 6-ാം മുദ്രയിലെ മഹാവിപത്തുകളെയും നേരിട്ടുള്ള ഭൗതിക സംഭവങ്ങളായി മാത്രം കാണരുത്. അവ നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ആത്മീയ പോരാട്ടങ്ങളുടെയും പ്രതീകങ്ങൾ ആണ്. പാപം, മരണഭയം, അനീതി എന്നിവയ്ക്കെതിരായുള്ള നിരന്തരമായ പോരാട്ടമാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം. ഈ വെളിപാടുകൾ നമ്മെ സ്വയം പരിശോധിക്കാൻ പ്രേരിപ്പിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഈ തിന്മയുടെ ശക്തികൾക്ക് നാം എത്രത്തോളം ഇടം നൽകിയിട്ടുണ്ട് ഈ നിമിഷം വരെ. സഹനങ്ങളെയും പ്രതിസന്ധികളെയും വിശ്വാസത്തോടെ സമീപിക്കുവാനും ഈ ലോകത്തിലെ സുഖഭോഗങ്ങളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ഇത് ചെയ്യാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ഈ അധ്യായത്തിലെ ഓരോ വാക്യവും നമ്മെ കൂടുതൽ വിശുദ്ധിയിലേക്ക് നയിക്കാനുള്ള ദൈവത്തിൻ്റെ ക്ഷണമായി, അവസാന ക്ഷണമായി നാം സ്വീകരിക്കണം. വെളിപാട് അധ്യായം 6 ഇന്ന് നമ്മുടെ ലോകവുമായി വളരെ ബന്ധപ്പെട്ടിരിക്കുന്ന ഭാഗമാണ്. നാം ഇന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ, മഹാമാരികൾ, സാമ്പത്തിക പ്രതിസന്ധികൾ, അരക്ഷിതാവസ്ഥ, പ്രകൃതി ദുരന്തങ്ങൾ എന്നിവയെല്ലാം ഈ അധ്യായത്തിലെ ദർശനങ്ങളുമായി ചേർത്ത് വായിക്കാവുന്നതാണ്. ലോകമെമ്പാടും വർദ്ധിച്ചു വരുന്ന അനീതിയും പീഡനങ്ങളും 5-ാം മുദ്രയിലെ രക്തസാക്ഷികളുടെ നിലവിളിയെ അനുസ്മരിപ്പിക്കുന്നു. ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ ഇത്രയേറെ വളർന്നിട്ടും മനുഷ്യൻ അനുഭവിക്കുന്ന അരക്ഷിതാവസ്ഥയും മരണഭയവും ഈ തിരുവെഴുത്തുകളുടെ പ്രസക്തി വർദ്ധിപ്പിക്കുന്നു. ഈ ലോകത്തിലെ സംഭവങ്ങൾ നമ്മെ പരിഭ്രാന്തരാക്കാനല്ല, മറിച്ച് ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം വർദ്ധിപ്പിക്കാനാണ് സഹായിക്കേണ്ടത്. ഈ കാലഘട്ടത്തിലെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മീയമായ ഒരു ജാഗ്രതയോടെ ജീവിക്കാൻ ഈ സഹായം സഹോദര സഹോദരി നമ്മെ പ്രേരിപ്പിക്കട്ടെ. ഈ പുതിയ നിയമ വെളിപാടുകൾ പഴയ നിയമ പ്രവചനങ്ങളുമായി അഭേദ്യമായി ബന്ധപ്പെട്ടിരിക്കുന്നു. എസെക്കിയേൽ, ജെറമിയ, സക്കറിയ തുടങ്ങിയ പ്രവാചകന്മാർ അന്ത്യകാലത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ ന്യായവിധിയെക്കുറിച്ചും സമാനമായ പ്രവചനങ്ങൾ നടത്തിയിട്ടുണ്ട്. ഉദാഹരണത്തിന് സക്കറിയ പ്രവാചകൻ്റെ പുസ്തകത്തിലും 4 കുതിരക്കാരെക്കുറിച്ചുള്ള പരാമർശമുണ്ട്. സക്കറിയ 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള തിരുവചന ഭാഗത്ത്. ഇത് പഴയതും പുതിയതുമായ നിയമങ്ങൾ തമ്മിലുള്ള ദൈവശാസ്ത്രപരമായ തുടർച്ച വ്യക്തമാക്കുന്നു. ഈ പ്രവചനങ്ങളെല്ലാം ഒരേ ദൈവത്തിൻ്റെ, ഏക ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഭാഗമാണെന്ന് തിരിച്ചറിയണം. യേശുക്രിസ്തുവിലാണ് ഈ പ്രവചനങ്ങളെല്ലാം പൂർണ്ണമായി നിറവേറുന്നത്. വെളിപാട് പുസ്തകം യേശുക്രിസ്തുവിൻ്റെ വെളിപാടായതുകൊണ്ട് തന്നെ പഴയ നിയമത്തിലെ ഓരോ പ്രവചനത്തിൻ്റെയും പൂർണ്ണമായ അർത്ഥം ക്രിസ്തുവിൻ്റെ ജീവിതത്തിലും മരണത്തിലും ഉയർത്തെഴുന്നേൽപ്പിലും കണ്ടെത്താനാകും. ഈ ഉൾക്കാഴ്ചകളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് കർത്താവിൻ്റെ 2ാം വരവിനായി നാം സജ്ജരായിരിക്കണം. സഹോദരങ്ങളെ, 6-ാം അധ്യായം നൽകുന്ന ഭയാനകമായ ചിത്രങ്ങൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഈ ലോകം നശ്വരമാണെന്നും യേശുക്രിസ്തു മഹത്വത്തിൽ വീണ്ടും വരും എന്നുമാണ്. അതിനാൽ നാം പാപത്തിൽ നിന്നും തിന്മയിൽ നിന്നും അകന്ന് വിശുദ്ധിയിൽ ജീവിക്കാൻ പരിശ്രമിക്കണം. ഓരോ നിമിഷവും, ഓരോ ദിവസവും നമ്മുടെ ജീവിതം ദൈവഹിതത്തിന് അനുസൃതമാണോ എന്ന് പരിശോധിക്കുകയും പ്രാർത്ഥനയിലും കൂദാശകളിലും സജീവമായി പങ്കെടുക്കുകയും വേണം. ഈ ലോകത്തിലെ കഷ്ടപ്പാടുകൾ ക്ഷമയോടെ സഹിക്കുകയും നീതിക്ക് വേണ്ടി നിലകൊള്ളുകയും ചെയ്യുമ്പോൾ നാം കർത്താവിൻ്റെ വരവിനായി ഒരുങ്ങുകയാണ്. നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പിക്കാൻ ഈ തിരുവെഴുത്തുകൾ നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. അന്തിമമായി ഈ വെളിപാടുകൾ ഭയപ്പെടാനല്ല, മറിച്ച് പ്രത്യാശയോടെ മുന്നോട്ട് പോകാനാണ് നമ്മെ പഠിപ്പിക്കുന്നത്. വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കുക, പതറിപ്പോകരുത്. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ വിശ്വസിക്കുക, അവിടുന്ന് വിശ്വസ്തനാണ്. സഹനങ്ങൾ നിത്യ മഹത്വത്തിലേക്ക് നയിക്കും. ധൈര്യമായിരിക്കുക. കർത്താവ് വരുന്നു, ഒരുങ്ങിയിരിക്കുക, വിജയം സുനിശ്ചിതം. കർത്താവിനെ ഇനിയും അറിയാത്ത ഒരു വ്യക്തിക്കെങ്കിലും ഈ സ്നേഹ സന്ദേശം പങ്കുവെച്ച് സുവിശേഷ വേലയിൽ പങ്കാളികളാകുവാൻ കർത്തൃനാമത്തിൽ സഹോദര സഹോദരി
നിങ്ങളെ ഞാൻ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ദൈവം നിങ്ങളുടെ ജീവിതങ്ങളെ സമ്പുഷ്ടമാക്കട്ടെ.